ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. ആക്ച്വലി നമ്മൾ കോയമ്പത്തൂർ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ കോയമ്പത്തൂരുള്ള മാർക്കറ്റ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു, ലോക്കൽ മാർക്കറ്റ്സ്. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂരുള്ള പൂ മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ കോയമ്പത്തൂർ പൂ മാർക്കറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് പാത്രങ്ങൾ കുറച്ചൊക്കെ മുല്ലമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരുപാട് എന്താ പറയുക, ഒരു പൂക്കളുടെ ഒരു ലോകം തന്നെ എന്ന് പറയേണ്ടി വരും. എത്ര തരത്തിൽ കളറിലുള്ള റോസ് പൂവെന്ന് പറയുന്നത്, അതുപോലെ ചെണ്ടുമല്ലി, ജാതിപ്പൂ, മല്ലിപ്പൂ, എന്താ പറയുക, ചമ്പകം, ജാതിപ്പൂവൊക്കെ എനിക്ക് പേര് കേട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ജാതിപ്പൂ. പിന്നെ താമരമുട്ട്, അത് ഇഷ്ടംപോലെ ഉണ്ട് മാല കെട്ടാനൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, കേരളത്തിലോട്ടുള്ള പൂ കച്ചവടക്കാരൊക്കെ പൂ കൊണ്ടുപോകുന്നത് ഈ ഭാഗത്തു നിന്നാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ വന്നപ്പോൾ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഷൊർണൂർ പൂക്കടയാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിനും കൂടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇത് ഈ പിങ്ക് കളറുള്ള പൂ ഏതാണെന്ന് അറിയില്ല. പിന്നെ കണ്ടോ യെല്ലോ റെഡ് കളറുള്ള റോസ് പൂവൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് കോയമ്പത്തൂരൊക്കെ വരും. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് അതായത് അത്ര വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പോയി സംഭവം അടിപൊളി കേട്ടോ. അതായത് നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിലും ഈ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതായത് 1 കിലോ മുല്ലപ്പൂവിന് ഇത്ര, അല്ലെങ്കിൽ 2 കിലോ ജമന്തിപ്പൂവിന് ഇത്ര, ആ രീതിക്കാണ് അവർ വില ഇങ്ങനെ നല്ല തിരക്കുണ്ട്, നടക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. മണ്ടാണ് ഞങ്ങൾ വന്നത്, പക്ഷെ നല്ല തിരക്കുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ സൈഡൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് ഇവിടെ പർച്ചേസിങ് ഹബ്ബാണ് കേട്ടോ. സാധനങ്ങൾ വില കുറഞ്ഞ് നല്ലോണം കിട്ടുമെന്ന് മനസ്സിലായി. പിന്നെ അവിടെ ഇതുണ്ട്, എന്താ പറയുക, പൂ മാത്രമല്ല ഈ മാല കെട്ടാനും ബൊക്കെ കെട്ടാനുള്ള ഇലകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ എന്തിപ്പോൾ പറയുക, ശരിക്കും വലിയൊരു ഫിഷ് മാർക്കറ്റിലൊക്കെ ചെന്നെങ്ങാണ്ട് അതുപോലെ നിറച്ച് പൂക്കളാണ്, വിവിധ തരത്തിലുള്ള പൂക്കൾ. കുറേ ആളുകൾ പിന്നെ ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറച്ചൊക്കെ ഒന്ന് പൂ കിട്ടണം. അതായത് കേരളത്തിലോട്ട് ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിലോട്ട് പോകുമെന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് വാങ്ങുമ്പോഴത്തേനും വില ഇങ്ങനെ കുത്തനെ ഉയർത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഒക്കെ പർച്ചേസിങ് നിങ്ങൾക്ക് ഹെവി പർച്ചേസിങ്ങും നന്നായിട്ട് പൂവിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. നിങ്ങൾക്ക് കോയമ്പത്തൂർ പൂ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുമെന്ന് മനസ്സിലായി. കേരളത്തിൽ ഓണത്തിന് സമയം കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പൂവൊക്കെ വെക്കണം എന്നുള്ളവർക്ക്, അങ്ങനത്തെ ഓണത്തിൻ്റെ സമയത്ത് പൂ വെക്കാൻ വല്ല ഐഡിയ ഉള്ളവർ, അത് സീസൺ ടൈമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കോയമ്പത്തൂർ പോയി പൂ എടുക്കുകയാണെങ്കിൽ വില കുറഞ്ഞ് പൂ എടുക്കുകയും ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്കൊരു പൈസ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ലൊരു വരുമാന മാർഗ്ഗം ആ ഓണത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നുവെച്ചാൽ എല്ലാ ഓഫീസിലും സ്കൂളുകളിലും കോളേജസിലൊക്കെ ആയാലും ഓണാഘോഷം ഉണ്ടാകും. അപ്പോൾ പൂ ഇങ്ങനെ എറിഞ്ഞ് കളിക്കലാവും. പിന്നെ ഈ സമയത്ത് തന്നെ ഒരുപാട് കല്യാണങ്ങൾ വരും. അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷൻസ് കാര്യങ്ങൾ ഈ സമയത്തൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു മുസ്ലിംസ് ഹിന്ദുസിൻ്റെയും ഒക്കെ ആയാലും കല്യാണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് പൂ കുറേ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. ക്യാൻവയും വാങ്ങുന്ന റോസ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം. അതും പിന്നെ ചിലപ്പോൾ കേരളത്തിൽ അവൈലബിൾ അല്ലാത്തതും. പിന്നെ ചമ്പകം നോക്ക്, ചമ്പകം നമ്മുടെ ജാതിപ്പൂവാണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ മണിക്കൂറിൻ്റെ പൂമാസത്തിൻ്റെ വീഡിയോ കാണിക്കാൻ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണ്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.